വന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെറുതായിട്ട് ഞെട്ടിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദാറ്റ് ഇസ് ലെറ്റർ ഓഫ് എൻക്വയറി. അപ്പോൾ നമ്മൾ യൂഷ്വലി ഫോർമൽ ലെറ്റേഴ്സ് അല്ല, നമ്മൾ ഇൻഫോർമൽ ലെറ്റേഴ്സിലാണ് ഫോക്കസ് ചെയ്യാറ് അല്ലേ. അപ്പോൾ ദ ലെറ്റർ ഓഫ് എൻക്വയറി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ എഴുതണം എന്ന് നമുക്ക് നോക്കാം. ഒരു ലെറ്റർ ഓഫ് എൻക്വയറി പോട്ടെ, ഏത് ഫോർമൽ ലെറ്റർ നിങ്ങൾ എഴുതുകയാണെങ്കിലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? സെൻഡറിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഓക്കെ, സെൻഡർ ആരാണ്? നിങ്ങളാണ് അല്ലേ. അപ്പോൾ ഫ്രം അഡ്രസ്സ് കൊടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഡേറ്റ് കൊടുക്കുക. അഗൈൻ സ്പേസ് വിടുക, റിസീവറിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. സ്പേസ് വിടുക, സാല്യൂട്ടേഷൻ. എന്താണ് സാല്യൂട്ടേഷൻ? സർ ഓർ മാഡം. ഓക്കെ, സാല്യൂട്ടേഷൻ കൊടുക്കുക. ഫോളോഡ് ബൈ സബ്ജക്റ്റ്. ആൻഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനും പറ്റിയിട്ടാണോ നിങ്ങളുടെ ലെറ്റർ. ഇപ്പോൾ ഇതൊരു ലെറ്റർ ഓഫ് എൻക്വയറി ആണല്ലേ, അപ്പോൾ എൻക്വയറി എന്തിനു പറ്റിയിട്ടാണെന്നുള്ളത് കൊടുക്കാം. ഓക്കെ, വളരെ കണ്ടൻസ് ആയിട്ട് കൊടുക്കുക. ആൻഡ് പറ്റുമെങ്കിൽ സബ്ജക്റ്റ് അണ്ടർലൈൻ ചെയ്യാം. ഫോളോഡ് ബൈ ബോഡി ഓഫ് ദ ലെറ്റർ. ആ ബോഡി ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി ആൻഡ് കൺക്ലൂഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഏത് ഫോർമൽ ലെറ്റർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഈ കത്ത് എഴുതുന്നത്, അതാണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ വരാം. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് സൈൻ ഓഫ്. എങ്ങനെ? യോർസ് ട്രൂലി, യോർസ് സിൻസിയർലി ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് നെയിം ആണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആ നെയിം വെച്ച് സൈൻ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇതാ, ഫ്ലോറിഡ് പബ്ലിക് സ്കൂൾ 420 ചന്ദ്രബോസ് നഗർ, ചെന്നൈ. അവിടെ നിന്ന് നമ്മൾ എഴുതുന്ന കത്താണ്. അപ്പോൾ ഇത് സെൻറ്ററിൻ്റെ അഡ്രസ്സ് ആണ്. ഫോളോഡ് ബൈ ഡേറ്റ്. ഈ ഡേറ്റിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 24/12/2015 എന്ന് കൊടുക്കുന്നതിന് പകരം 24 Feb 2015 എന്നാണ് കൊടുത്തിട്ടുള്ളത്. എപ്പോൾ ഒരു ഫോർമൽ ലെറ്ററിൽ ഡേറ്റ് കൊടുക്കുമ്പോഴും ആ മന്തിൻ്റെ പേര് ഷോർട്ടാക്കിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ റിസീവറിൻ്റെ അഡ്രസ്സ് ആണ്. ഫോളോഡ് ബൈ സാല്യൂട്ടേഷൻ. ഇതിൽ ഈ ഡിയർ എന്നുള്ളത് നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. സർ ഓർ മാഡം കൊടുക്കാം. ഓക്കെ, ആൻഡ് സബ്ജക്റ്റ് ഇസ് എൻക്വയറി റിഗാർഡിംഗ് ലൈബ്രറി സർവീസസ്. Okay, moving on. The student of class 9th of our school are working on a project on the increasing tendency of drug abuse among the youth. In this regard, we plan to visit Mumbai during the third week of June to collect information about. അപ്പോൾ നിങ്ങൾ എന്തിനാണ് വരുന്നത്? ഓക്കെ, നിങ്ങൾ മുംബൈയിലേക്ക് വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ ലൈബ്രറിയിൽ ഒരു റിച്ച് കളക്ഷൻ ഓഫ് സംഭവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. A visit to your library, I am certain, will immensely benefit us. I would like to know if a group of 15 students and 2 teachers from our school could visit your library and make use of the resources there. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ കത്ത് എഴുതിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്നറിയോ? I would greatly appreciate if you could let us know the following details. എന്ത് ഡീറ്റെയിൽസ് ആണോ നിങ്ങളോട് അന്വേഷിക്കാൻ പറഞ്ഞത് അത് നിങ്ങൾ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ടിട്ട് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഐ വുഡ് ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റ്, നിങ്ങൾ ഈ ഡീറ്റെയിൽസ് എനിക്ക് തരുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. എന്ത്? വിസിറ്റിംഗ് അവേഴ്സ് ഓഫ് ദ ലൈബ്രറി. കുറേ ആൾക്കാർക്ക് വരണമെങ്കിൽ എത്ര മണിക്ക് എത്തണം അല്ലേ, എത്ര മണി വരെ ലൈബ്രറി ഓപ്പൺ ആണ്. പ്രൊസീജിയർ ടു ഒബ്റ്റെയിൻ പെർമിഷൻ ടു വിസിറ്റ് ലൈബ്രറി. ലൈബ്രറി വിസിറ്റ് ചെയ്യാൻ എന്ത് പെർമിഷനാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്, ഇതിന് എൻട്രൻസ് ഫീ ഉണ്ടോ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ചോദിച്ചു. I would be grateful if I receive the information at the earliest. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് എത്ര പെട്ടെന്ന് കിട്ടുന്നോ അത്രയും നല്ലതായിരുന്നു. താങ്കിങ് യു. ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാ എൻക്വയറി ലെറ്റേഴ്സിലും എഴുതാൻ പറ്റും. ഇതും നിങ്ങൾക്ക് എല്ലാ എൻക്വയറി ലെറ്ററിലും എഴുതാൻ പറ്റും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് യോർസ് ട്രൂലി ദീപക് രാജ്, സെക്രട്ടറി സൗഹൃദ ക്ലബ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ എൻക്വയറി ലെറ്റർ ഉണ്ടാവുക. എൻക്വയറി ലെറ്റർ നമ്മുടെ മോഡൽ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഏതൊക്കെ ടോപ്പിക്കിലെ കോണ്ടന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.